നമസ്കാരം. താരസംഘടനയുടെ മെമ്മറി കാർഡ് വിവാദം ആദ്യഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി. 20-ാം തീയതിയാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഇന്നലെ 23-ാം തീയതി ആദ്യഘട്ട മൊഴിയെടുക്കൽ പൂർത്തിയാക്കി. മൊഴിയെടുത്ത ആളുകളെല്ലാം മെമ്മറി കാർഡ് വിഷയത്തിൽ അവിടെ ഷൂട്ടിംഗ് നടന്നു എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ ഒന്നോ രണ്ടോ ആളുകൾ അവർക്കത്ര ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു എന്നും കിട്ടുന്നുണ്ട്. അവിടെ മൈക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല, മൈക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ സംശയം. ചില ആളുകൾ അത് അങ്ങനെ സംഭവിച്ചോ, ഞാനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചവരുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതെന്തുമാകട്ടെ, മൊഴിയെടുക്കൽ കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. നിലവിൽ ഇത്ര ദിവസത്തെ മൊഴിയെടുക്കലിൽ പങ്കെടുത്തവർ ഇന്ന ആളുകളാണ്. അന്ന് തന്നെ നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തിരുന്നു. ലിസി ജോസ്, ബീന ആൻ്റണി, മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു, തസ്നി ഖാൻ, സീനത്ത്, അംബിക മോഹൻ ഇവരാണ് പങ്കെടുത്തത്. അത് ഇന്നലെ സീനത്തും അംബിക മോഹനുമാണ് മൊഴിയെടുക്കലിന് വന്നത്. ഇന്നലെ സീനത്തും അംബിക മോഹനും മൊഴിയെടുക്കലിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ഓൺലൈനായി ഷംന കാസിമിൻ്റെ മൊഴിയെടുത്തു. ഷംന കാസിം വിദേശത്താണ്, വരാൻ കഴിയാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് മൊഴിയെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിൻ്റെ മൊഴിയെടുത്തു. ഇടവേള ബാബുവിൻ്റെ മൊഴിയെടുക്കാൻ കാരണം അന്ന് ഈ മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടവേളവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ ഭരണസമിതി ജനറൽ സെക്രട്ടറിയാണ്, സ്വാഭാവികമായിട്ടും ഇടവേളവിൻ്റെ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ അന്നത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റേയും മൊഴി രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഈ മൊഴി രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൊഴി രേഖപ്പെടുത്തുന്ന 5 അംഗ കമ്മിറ്റി സ്ട്രോങ് നിലപാടിലേക്ക് പോകുന്നു എന്ന് കിട്ടുന്ന വിവരമുണ്ട്. ചില ആളുകൾ മാത്രം അതിൽ പഴയ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഇതിനു മുമ്പ് ഓൺലൈൻ മീറ്റിംഗ് കൂടിയപ്പോൾ, ഈ അംഗങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് കൂടിയപ്പോൾ എന്ന് പറയപ്പെടുന്നു. നിലവിൽ ദേവനും, ജോയി മാത്യു, ശ്വേതാ മേനോൻ, ശ്രീലത നമ്പൂതിരി, അതോടൊപ്പം പുറത്തു നിന്നുള്ള അഡ്വക്കേറ്റ് ശ്രീലത പരമേശ്വരൻ, ഇവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഈ അംഗങ്ങളുടെ മുമ്പിലാണ് മൊഴി നൽകിയത്. മൊഴി നൽകുമ്പോൾ എല്ലാം ഓഡിയോ റെക്കോർഡിങ്, മൊബൈലിൽ ഓഡിയോ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. കാരണം പിന്നീടാണ് ഇവർക്ക് എഴുതി വെക്കേണ്ടത്. ഇത് എഴുതി വെക്കാൻ കൃത്യമായി തന്നെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കണം. അതിനുശേഷം ഇതുകൂടാതെ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. പല കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ പരിഹസിക്കുന്ന നിലയിലും ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി മറുപടി അവർ നൽകുന്നുണ്ട്. ആദ്യഘട്ട മൊഴിയെടുക്കൽ പൂർത്തീകരിച്ച് ഇന്ന് അംഗങ്ങളെല്ലാം പല നാട്ടിൽ നിന്ന് വന്ന് അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നവംബർ ആദ്യ വാരം 2ാം ഘട്ട മൊഴിയെടുക്കലുണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ മൊഴിയെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. കാരണം പറയുന്നത്, ലക്ഷ്മിപ്രിയ സമയം ചോദിക്കാതെയാണ് വന്നത്, സമയം അനുവദിച്ചവർക്ക് മാത്രമേ മൊഴിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് ലക്ഷ്മിപ്രിയയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷ്മിപ്രിയ അവിടെ ഇരുന്നെങ്കിലും മൊഴിയെടുക്കാതെയാണ് വിട്ടയച്ചത്. സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് മെയിൽ അയക്കണമായിരുന്നു. ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ മെയിൽ അമ്മയിൽ നിന്ന് ചോദിച്ചത്, മെയിൽ കാണാത്ത വശം മറുപടി അയച്ചില്ല. അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിപ്രിയയുടെ മൊഴിയെടുത്തില്ല. അതിനുശേഷമാണ് ഇന്നലെ കൃത്യമായിട്ട് 2 അംഗങ്ങൾ സീനത്തും അംബിക മോഹനും വന്ന് മൊഴി നൽകിയത്. ഇനി മൊഴിയെടുക്കാനുള്ളത്, എൻ്റെ കണക്കും പ്രകാരം മൊഴിയെടുക്കാനുള്ള നടി ഉഷയും പ്രിയങ്കയുമാണ്. ഉഷയും പ്രിയങ്കയും ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നവംബർ ആദ്യ വാരം ഇവർ മൊഴി നൽകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം ലക്ഷ്മിപ്രിയയുടെയും മൊഴി രേഖപ്പെടുത്തണം. ഇത്രയും ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് ഇനിയുള്ള അറിവ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഒരു എക്സിക്യൂട്ടീവ് യോഗം മുകളിൽ നടക്കുന്നു, താഴെ റൂമിലിരുന്നാണ് കൂട്ടായി കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് ചിത്രീകരിക്കുകയും ചെയ്തത്. ആ കൂട്ടായി സംസാരിക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ, അന്ന് കേസുകളൊക്കെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു തെളിവിന് വേണ്ടി വേണം, നമുക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് കുക്കു പരമേശ്വരൻ പറയുന്നു. കുക്കു പരമേശ്വരനെയാണ് അന്ന് ചുമതലപ്പെടുത്തിയത്. കുക്കു പരമേശ്വരൻ തന്നെയാണ് ആളുകളെ വിളിച്ച് ഹോട്ടലിലേക്ക് വരുത്തിയത്. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ടേബിളിന് ചുറ്റും ഇരുന്ന് കാര്യങ്ങൾ പറയാൻ പറയുന്നു. അവിടെ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ക്യാമറ കണ്ടുപിടിച്ചതിന് ശേഷം ഇതെന്താണ് ക്യാമറയെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് നമുക്കൊരു തെളിവിന് വേണ്ടിയാണ്, നമുക്കിത് അധികാരികളുടെ കയ്യിൽ എത്തിക്കണമെന്നു പറഞ്ഞു എന്നാണ് ഇവർ പറയപ്പെടുന്നത്. പിന്നീട് ഈ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അന്ന് KPS ലളിത ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയും ഉൾപ്പെടെയുള്ള സദസ്സിലാണിത് പറഞ്ഞത്. ലളിത ചേച്ചി പകുതി വെച്ച് പോയി, ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് പോയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നീട് വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു, മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ കൃത്യമായി തന്നെ ഈ മൊഴി നൽകിയിരിക്കുന്നത്. പിന്നീട് KPS ലളിതയുടെ പക്കലാണ് മെമ്മറി കാർഡെന്ന് പറഞ്ഞ് ചില ആളുകളുമുണ്ട്. അതുകൊണ്ട് അത് നശിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ
സത്യത്തിൽ KPS ലളിത ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടെന്ന് കൃത്യമായി തന്നെ ലക്ഷ്മിപ്രിയയും പ്രിയങ്കയും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് കിട്ടുന്ന വിവരം. പ്രിയങ്ക വാർത്താസമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ് ലക്ഷ്മിപ്രിയയുടെ കുട്ടിയുമായിട്ടാണ് താഴെ പോയതെന്നൊക്കെ വാർത്താസമ്മേളനത്തിൽ പ്രിയങ്ക പറഞ്ഞതും ഒരു ഓർമ്മയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് KPS ലളിതയുടെ മരിച്ചുപോയ ചേച്ചിയുടെ പേരിലേക്ക് കെട്ടിവെക്കാൻ ഇവർ നടത്തുന്ന ഒരു പരിശ്രമം അത് ഫലം കാണില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവരാണ് തീരുമാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെമ്മറി കാർഡ് വിഷയം ഇത്രമാത്രം വിവാദമായ ഒരു മെമ്മറി കാർഡ് വിഷയമാണ്. ഒരു താരത്തിനുണ്ടായ അനുഭവം തുറന്നു പറയുമ്പോൾ ആ മെമ്മറി കാർഡ് ജീവിതകാലം മൊത്തം ഈ പറഞ്ഞവർക്കെതിരെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നിലയിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ മെമ്മറി കാർഡ് വിഷയം പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. ഇത് അറിയണമെന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. പിന്നീട് ഇലക്ഷന് വേണ്ടി മാത്രമാണ് ഇവരിങ്ങനെ സംസാരിച്ചതെന്ന് പറയാനുള്ള അർത്ഥമില്ല. ഇതിനു മുമ്പും ഇവർ ചോദിച്ചപ്പോൾ അത് ഭദ്രമായിട്ടുണ്ട്, ഇന്ന ആളെടുത്ത് കൊടുത്തു, അങ്ങനെയൊക്കെ ഉരുണ്ട് കളിച്ച് പോയൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നത്. ഇതിനെതിരെ പരാതി DGPയുടെ മുമ്പിലൊക്കെ പരാതിയുണ്ട്. കുക്കു പരമേശ്വരൻ പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റ് നടിമാരും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് പരാതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മയ്ക്കുള്ളിൽ ഒരു അന്വേഷണം എന്ന നിലയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ജഗദീഷ് കൃത്യമായി മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യം പരസ്യമായിട്ട് ജനറൽ ബോഡിക്ക് പ്രസംഗിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ മെമ്മറി കാർഡ് ഷൂട്ട് എന്ന് മോഹൻലാൽ എന്ന വ്യക്തിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മറ്റൊരു നടൻ്റെ അടുത്ത് ഈ മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ 2 നടിമാർ 3 നടിമാരെ പോയി ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറുടെ അടുത്ത് പറയുകയും ആ എക്സിക്യൂട്ടീവ് മെമ്പർ ഈ കുക്കു പരമേശ്വരനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി 2ാം ഘട്ട തെളിവെടുപ്പ് 60 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിന്മേലായിരിക്കും പിന്നീട് ചർച്ച വരിക. എന്തായാലും മെമ്മറി കാർഡ് വിഷയത്തിൽ ഈ ഇരകളായവർക്ക് നീതി ലഭിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അമ്മയ്ക്ക് മൊത്തത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മയുടെ എല്ലാ അംഗങ്ങൾക്കും ഇത് ബാധകമായി മാറും. കാരണം ഇത്തരമൊരു സംഭവത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീകൾക്കൊരു സുരക്ഷ എന്ന് പറയുന്ന ഈ സംഭവം താരസംഘടന അമ്മയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്ത്രീകളാണ് കൂടുതലും ഇപ്പോൾ ഭരണസമിതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണോ ഇവർ നിലകൊള്ളുന്നതെന്നും കാത്തിരുന്ന് നമുക്ക് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.